വെളിച്ചം പഠന പദ്ധതി, അതിനെക്കുറിച്ച് പറഞ്ഞിട്ടാണ് ഞാൻ ഈ പ്രസംഗം അവസാനിപ്പിക്കുന്നത്. അള്ളാഹുവിന്റെ ഖുർആൻ ജനകീയമാക്കുക എന്ന വലിയ ലക്ഷ്യത്തോടു കൂടിയാ നമ്മൾ ഈ പദ്ധതി ആവിഷ്കരിച്ചത്. അതിന്റെ ലക്ഷ്യം നമ്മൾ ഓരോ സ്ഥലത്ത് കണ്ടുകൊണ്ടിരിക്കുന്നു. കഴിഞ്ഞ ദിവസം വെളിച്ചം ക്വസ്റ്റ്യനിൽ ഒരു ക്വസ്റ്റ്യന്റെ മിസ്റ്റേക്ക് കണ്ടെത്തുന്നത് ആരാണെന്ന് അറിയുമോ? ഇങ്ങ് മലപ്പുറം ജില്ലയിലുള്ള തിരൂരിലുള്ള വിജയരാഘവൻ എന്ന് പറയുന്ന ഒരു സഹോദരനാണ്. ഒരു ക്വസ്റ്റ്യനിൽ ചെറിയ പ്രയാസങ്ങളുണ്ട് എന്ന് അദ്ദേഹം പറയാം. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അങ്ങനെ പറയില്ലല്ലോ, ഈ ക്വസ്റ്റ്യനിൽ ഇങ്ങനെയാണല്ലോ കാണുന്നത് എന്ന് അദ്ദേഹം ചോദിക്കുക. അപ്പോഴാണ് നമുക്കും സംശയം തുടങ്ങുന്നത്. ചോദ്യസമിതിയിലേക്ക് വിട്ടു, ഇങ്ങനെ ഒരു സംശയമുണ്ട്. അവർ പറഞ്ഞു ശരിയാണ്, ഈ ചോദ്യത്തിന് മിസ്റ്റേക്ക് ഉണ്ട്. പ്രിയപ്പെട്ടവരെ, ഞാൻ പറഞ്ഞു വരുന്നത് അള്ളാഹുവിന്റെ ഖുർആനെ ആയത്തിൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് സഹോദര സമുദായത്തിൽപ്പെട്ട ആളുകൾ പോലും. നമ്മുടെ പദ്ധതി മൂലം നമ്മൾ കോഴിക്കോട് വെച്ച് ഈ ടൈമിൽ വിപുലമായി നടത്തി. അവിടെയും വന്നു സഹോദര സമുദായത്തിൽപ്പെട്ട ആളുകളൊക്കെ അവർ ഖുർആനെ കുറിച്ച് ചർച്ച ചെയ്തു. മഞ്ചേശ്വരത്ത്, കാസർഗോഡ് ജില്ലയിൽ പലരുടെയും ഓഡിറ്റോറിയത്തിൽ വെച്ച് കൺവെൻഷൻ സെന്ററിൽ വെച്ച് നടത്തി. വയനാട്ടിൽ വെച്ച് വിപുലമായ രൂപത്തിൽ നടത്തി. ഈ കഴിഞ്ഞ ആഴ്ചകൾക്ക് മുമ്പ് വലിയ പ്രബോധന പ്രവർത്തനങ്ങളാണ് ലക്ഷദ്വീപിൽ വെച്ച് 3 ദിവസങ്ങളിലായിട്ട് നമ്മൾ നടത്തിയത്. ഇപ്പോഴും അവർ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. 3 മാസത്തിൽ നിങ്ങൾ കടന്നു വരണം, അവിടെ പ്രബോധന പ്രവർത്തനം നടത്തണം. വലിയ മാറ്റങ്ങളാണ് അവിടെയൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും വലിച്ചെറിയാൻ അവർ തയ്യാറാവുക. അള്ളാഹുവിന്റെ ഖുർആൻ പഠിക്കുമ്പോൾ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യാപനങ്ങൾ പഠിപ്പിക്കുമ്പോൾ അവർ നെഞ്ചോട് ചേർക്കുകയാണ് ഖുർആനെയും പ്രവാചകരെയും. അതോടൊപ്പം അന്ധവിശ്വാസങ്ങൾ അനാചാരങ്ങളും അവർ വലിച്ചെറിയുകയാണ്.